മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ ഡോക്ടർ പരിശോധിച്ചൊക്കെ ശേഷം ഐസിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വൈജയന്തിയോടും മനുവിനോടും ഒക്കെ പറയുന്നുണ്ട്, ഇനി ആർക്കെങ്കിലും കയറി കാണണമെങ്കിൽ കാണാം, സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, ഇപ്പോൾ നേരി കുറവുണ്ട് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് വൈജയന്തിയെ കാണണ്ട എന്ന് പറഞ്ഞ വിവരം അവരെ അറിയുകയും അതിന് പകരം മനു കയറി കാണുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നിട്ട് ആ സമയത്ത് മനു സംസാരിക്കുന്നുണ്ട്, അങ്കിളിന് എന്താ പറ്റിയത്, പെട്ടെന്ന് എന്താ സംഭവിച്ചത്, അലീന കണ്ടിട്ടില്ലെങ്കിൽ അവൾ തക്കതായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ജീവനോടെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു, ആകെ പിടുത്തം വിട്ട് പോയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്കിളിനെ എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് ആരെയും കാണണ്ട, ആ ഒരു തറവാട്ടിൽ നിന്ന് ആരും എന്നെ കാണാൻ വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും മറുപടി പറയാതെ ചോദിക്കുന്നത് അലീനയാണ്. എവിടെ എൻ്റെ ജീവൻ രക്ഷിച്ച അലീന എവിടെ പോയി, അവളെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട്, അവളെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞയച്ചു, കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വൈജയന്തി അവളെ ഓരോന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവളെ നിൽക്കാൻ തന്നെ സമ്മതിക്കുന്നില്ല, എന്തൊക്കെയാണ് പറഞ്ഞത്, ജീവൻ രക്ഷിച്ചതിന് വരെ ഒരു നന്ദി കാണിക്കാത്ത ഒരു പ്രകൃതമായി പോയി, അവളെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഞാൻ വേഗം മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടാക്കി കൊടുത്തു, അങ്ങളുടെ വിവരം അറിയാതെ അവൾക്ക് ഇവിടുന്ന് പോകാനും പറ്റുന്നില്ല, വളരെ സങ്കടത്തിലാണ് അവൾ ഇവിടെ നിന്ന് പോയത്, പിന്നെ ഞാൻ അങ്ങളുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോഴാണ് സമ്മതിച്ചത് എന്നൊക്കെ പറയുകയാണ് മനു. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അലീനയെ കൊണ്ടുവരികയും ബാലചന്ദ്രനെ അലീന കാണാൻ കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വൈജയന്തിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അലീന ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, സാർ ഇപ്പോൾ എങ്ങനെയുണ്ട്, ഞാൻ ആകെ പേടിച്ചു പോയി, ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് സാറ് തറയിൽ വീണ് കിടക്കുകയായിരുന്നു, പിന്നെ എന്തൊക്കെയോ ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മനു എന്നോട് എല്ലാ കാര്യവും പറഞ്ഞ് മോളെ രക്ഷിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവനോടെ നിൽക്കുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞു, പക്ഷേ എനിക്ക് ജീവിക്കണമെന്നില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന ആകെ ഞെട്ടി നിൽക്കുകയാണ്, എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊന്നും സാർ സംസാരിക്കാറില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഏതായാലും ചില സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, മോൾ ആരാണെന്നും വൈജയന്തിയൊക്കെ ആരാണ് എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ആഘാതത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ. ഇത് കേട്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട് അലീന. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, തൽക്കാലം ഞാൻ ഇക്കാര്യം ആരോടും പറയുന്നില്ല, മോള് ആരാണ് എന്നുള്ളത് വൈജയന്തി ഇപ്പോൾ അറിയണ്ട, വൈജയന്തി നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യട്ടെ, പക്ഷെ മോൾ അതൊന്നും കാര്യമാക്കണ്ട, അവസാനം മോള് അവളുടെ മകളാണ് എന്നുള്ളതും വൈജയന്തി അമ്മയാണ് എന്നുള്ള സത്യം അറിയുമ്പോഴുള്ള ആ വേദനയുണ്ടല്ലോ, അവളത് നല്ലോണം അനുഭവിക്കണം, അതിന് മോളും എൻ്റെ കൂടെ നിൽക്കണം, അവളെ കുറച്ചൊന്നും കഷ്ടപ്പെടുത്തണം, അവളെ ഇങ്ങനെ ചതിക്കാനൊന്നും ഞാൻ വിടില്ല, അവൾ കുറച്ചൊന്നും അനുഭവിക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ അലീനയോട്. അങ്ങനെ പിന്നീട് അവർ സംസാരം കഴിഞ്ഞതിന് ശേഷം അലീന വളരെയധികം സങ്കടത്തോടു കൂടി ഐസിയിൽ നിന്ന് പുറത്തോട്ട് വരികയാണ്. ആ സമയത്ത് ഇതാരാണിപ്പോൾ അങ്കിളിനോട് പറഞ്ഞത് എന്നൊക്കെ സങ്കടത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തോട്ട് വരുന്ന സമയത്ത് ഇവളുടെ മുഖം ആകെ വാടി നിൽക്കുന്നത് കണ്ട് മനു എന്താ പറ്റിയത്, അകത്തോട്ട് പോയ സന്തോഷമൊന്നും പുറത്തോട്ട് വരുമ്പോൾ ഇല്ലല്ലോ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, സാർ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായി, അതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒഴുകിയാണ്. അവിടെ മനുവിനോട് പോലും അലീന അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ബാലചന്ദ്രനെ റൂമിലോട്ട് മാറ്റുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി കാണാൻ വരികയും ബില്ലടയ്ക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ, തൻ്റെ ഒരു ചില്ലി കാശ് പോലും എനിക്ക് വേണ്ട, എൻ്റെ ഹോസ്പിറ്റലിലെ ചിലവ് നോക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പണം തൽക്കാലം എൻ്റെ അടുത്തുണ്ട്, അത്രയ്ക്കും ദാരിദ്ര്യം എനിക്ക് വന്നിട്ടില്ല, വരുമ്പോൾ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിയെ ആട്ടി ഓടിക്കുകയാണ് ബാലചന്ദ്രൻ. അതേസമയം നമ്മുടെ മാലിനിയും ഗംഗേട്ടനും മുത്തശ്ശിയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ബാലചന്ദ്രൻ അറിഞ്ഞാലുള്ള ആ ഒരു ഇതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ മാലിനി ഗംഗേട്ടനോട് പറയുന്നുണ്ട്, നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ വൈജയന്തിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് അറിഞ്ഞു എന്നുള്ളത് നമ്മൾ അവളോട് പറയണ്ട കേട്ടോ, തൽക്കാലം ഇപ്പോൾ അറിയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് അറിയിക്കാതിരുന്നാൽ എങ്ങനെയാണ്, അറിഞ്ഞു എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു മുൻകരുതലായിട്ട് എടുത്ത് നിന്നൂടെ, അല്ലെങ്കിൽ പെട്ടെന്ന് ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ള ഷോക്കിൽ അവൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് പോലുള്ളതും നമുക്കറിയില്ലല്ലോ, അതിനെക്കൊണ്ടൊരു സൂചനയെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മാലിനി പറയുന്നുണ്ട്, അങ്ങനെ സൂചന കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ സൂചന കൊടുക്കണ്ടേ, ഇങ്ങനെയുള്ള ഒരു മകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് പോലും അവൾക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവളെ അറിയിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഏതായാലും താൻ പറയുന്നത് പോലെ തൽക്കാലം ഒന്നും പറയണ്ടാലേ എന്നൊക്കെ പറയുകയാണ്.
വൈജയന്തിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നതല്ലാതെ നമ്മുടെ അലീനയാണ് വൈജയന്തിയുടെ കുഞ്ഞ് എന്നുള്ള കാര്യം നമ്മുടെ ഗംഗേട്ടനോ മാലിനിക്കോ ഒന്നും അറിവില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ അടുത്ത് ആ ഒരു കുട്ടിയെ കണ്ടിട്ട് അവർ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയോട് ഇതാരാ, പുതിയൊരു കുട്ടി, മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞങ്ങളെ നോക്കാനായിട്ട് ഇവിടെ സെർവൻ്റായിട്ട് വന്ന കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയുടെ ആ ഒരു നിഷ്കളങ്ക ഭാവവും അവളുടെ ആ ഒരു സ്വഭാവം പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് അവർക്കും അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. നല്ല കുട്ടിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. പക്ഷേ അലീനയുടെ ആ ഒരു പെരുമാറ്റവും ആ ഒരു മുഖഭാവവും അതുപോലെ മുഖത്തിൻ്റെ ആ ഒരു മുഖച്ഛായയും ഒക്കെ കണ്ടിട്ട് നമ്മുടെ മാലിനിക്കും ഗംഗേട്ടനും ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. കാരണം വൈജയന്തിയുടെയും ലാലിസിൻ്റെയും ഒക്കെ ഒരു ഏകദേശം മുഖച്ഛായമുള്ള ഒരു കുട്ടിയാണോ, ഇനി ഈ കുട്ടി ആയിരിക്കുമോ 22 വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തിക്ക് നഷ്ടപ്പെട്ട ആ കുഞ്ഞ് എന്നുള്ള ചിന്തയൊക്കെ അവരുടെ മനസ്സിലോട്ട് വരികയാണ്.